ഹലോ ഓൾ അസ്സലാമു അലൈക്കും. ഇന്നത്തെ റെസിപ്പി ഒരു ക്രീമി ചിക്കൻ ഹാഫ് മൂണിൻ്റെ റെസിപ്പിയാണ്. നമ്മുടെ നോമ്പൊക്കെയല്ലേ വരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഫ്രോസ് ചെയ്തിട്ട് വെക്കാനും പറ്റിയ ഒരു അടിപൊളി കടിയാണ്. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് കടന്നാലോ. അതിനായിട്ട് ഒരു പാൻ വെക്കുക. എന്നിട്ട് ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കൊത്തിയരിഞ്ഞ ചെറിയ വെളുത്തുള്ളിയും അതേപോലെ ഇഞ്ചിയും ഒരു പച്ചമുളക് ചെറുതായി അരിഞ്ഞത് പിന്നെ ഒരു മീഡിയം സൈസ് സവാള കൊത്തിയരിഞ്ഞത് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടിയിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. ഇഞ്ചിയും വെളുത്തുള്ളിയൊന്നും ഒരുപാട് വേണ്ട, ചെറുതായിട്ട് ഒന്ന് അരിഞ്ഞത് ഒരു 3-4 മതി. അപ്പോൾ ഇതാ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചെറുതാക്കി കട്ടാക്കിയ ചിക്കൻ പീസും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൂടി ഇട്ട് കൊടുത്തിട്ട് ഉപ്പ് ആവശ്യത്തിനുള്ള ഇട്ട് കൊടുക്കണേ. അതുകൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് ചിക്കനൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വരണം. അതുവരെ നമുക്കൊന്ന് അടപ്പോടെ അടച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് ക്യാരറ്റാണ്. ഞാനിവിടെ ഒരു 1/2 കപ്പ് ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാം കൂടിയിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ചിക്കന് നന്നായിട്ട് വെന്ത് വരികയും വേണം. അപ്പോൾ അത് മൊത്തത്തിലായിട്ടൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് ഒന്ന് അടച്ചുകൊടുക്കുക. പിന്നെ 1/2 കപ്പ് ക്യാപ്സിക്കം കൂടി എടുത്തിട്ടുണ്ട്. ക്യാപ്സിക്കം എന്തായാലും ഇട്ട് കൊടുക്കണേ, അതാണ് ഇതിൻ്റെ ഒരു നല്ലൊരു ടേസ്റ്റും ഫ്ലേവറൊക്കെ വരുന്നത്. അപ്പം 1/2 കപ്പ് ക്യാപ്സിക്കം ചെറുതായി കട്ടാക്കിയതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് ഒന്ന് മൊത്തത്തിൽ വഴറ്റി കൊടുക്കുക. ഇതിലേക്ക് 2 ടീസ്പൂണ് കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നത്. വേറെ ഒരു മസാലപ്പൊടിയും ഇതിൽ ചേർത്ത് കൊടുക്കുന്നില്ല. ഈ ഒരു കുരുമുളക് പൊടി മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് അടപ്പോട്ട് അടച്ചു കൊടുക്കുക. അപ്പോൾ ചിക്കനൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 3-3.5 ടേബിൾ സ്പൂണ് മൈദയും കൂടി ചേർത്ത് കൊടുക്കുക. എല്ലാം കൂടിയിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഈ ഒരു മൈദൻ്റെയൊക്കെ ഒരു പച്ച ചുവപ്പ് മാറുന്നവരെ ഒന്ന് ചെറിയ തീയിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക. ഇതിലേക്ക് ഒരു 1/2 കപ്പ് പാലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ ഒരു പാലും കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു നല്ലൊരു ക്രീമി ആയിട്ട് നമ്മുടെ മസാല കിട്ടും. ആ പാലും മൈദയൊക്കെ ആയതുകൊണ്ട് എല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം ഉപ്പൊക്കെ ഒന്ന് കറക്റ്റാണോ എന്ന് നോക്കുക. എന്നിട്ട് ഈ ഒരു ക്രീമി ഓയിൽ ആയിട്ടാണ് നമ്മുടെ ഒരു മസാല കിട്ടുന്നത്. നല്ല ടേസ്റ്റിയാണ് കഴിക്കാനായിട്ട്. അപ്പോൾ ഈ കാണുന്നില്ലേ, ഈ ഒരു വിധത്തിലാണ് കേട്ടോ നമ്മുടെ മസാല കിട്ടുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു പാത്രത്തിലേക്ക് വെള്ളം ഒഴിച്ചെടുക്കുക. 1.5 കപ്പ് വെള്ളം ഞാനിവിടെ ഒഴിച്ചെടുക്കുന്നുണ്ട്. ഈ വെള്ളം ഒന്ന് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണ് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി വേണ്ടത് 2 ടേബിൾ സ്പൂണ് ഗീയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഗീ ഇല്ലെങ്കിൽ ബട്ടർ ആയാലും പ്രശ്നമില്ല, എന്താണോ നിങ്ങളെ കയ്യിലില്ല അത് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഗീയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുകൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വെള്ളം തിളച്ച് വരുന്ന സമയം തന്നെ നമുക്ക് മൈദ ഇട്ട് കൊടുക്കണം. ഇങ്ങനെ മൈദ ഉണ്ടാക്കും നമ്മുടെ ഹാഫ് മൂൺ ഇതേപോലെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ പുറം ഭാഗം നല്ല ക്രിസ്പിയും ഉൾഭാഗം നല്ല സോഫ്റ്റാണ് ഉണ്ടാകൽ. അപ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ഇനി ഇത് മൊത്തത്തിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഈ ഒരു പത്തിരിക്കൊക്കെ ചെയ്യലില്ലേ, അതേപോലെ ചെയ്തെടുക്കുക. അപ്പോൾ ഇത് നമുക്ക് ഫ്രോസ് ചെയ്തിട്ട് വെച്ചാലും പ്രശ്നമൊന്നുമില്ല. നല്ല നോമ്പിൻ്റെ ടൈമൊക്കെ നല്ല അടിപൊളിയാണ്, സ്നാക്സാണ്. പിന്നെ കൂടുതൽ എരിവും കാര്യമൊന്നുമില്ല. ഇനി ഇത് മൊത്തത്തിൽ ആ ചെറിയ ചൂട് വെച്ചിട്ട് മൊത്തത്തിൽ ഒന്ന് കുഴച്ചെടുക്കലാണ്. ആ ചൂടോടെ കുഴച്ചെടുക്കണ്ട, ചെറിയൊരു ചൂട് നമുക്കൊരു തൊടാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ചൂടുണ്ടാകുമ്പോൾ തന്നെ ഇതൊന്ന് മൊത്തത്തിൽ കുഴച്ചിട്ട് നല്ല സോഫ്റ്റാണ് ഈ ഒരു മാവ് ആ സമയം. അപ്പോൾ ഞാൻ മൊത്തത്തിൽ കുഴച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് പരത്തിയെടുക്കലാണ്. അപ്പോൾ ഞാനൊന്ന് ഓരോ ബോളാക്കി എടുത്തിട്ട് ഒന്ന് മൊത്തത്തിൽ ഒന്ന് പരത്തിയെടുക്കലാണ്. ഇത് പരത്തുമ്പോൾ ഇതിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് ഒരു ചപ്പാത്തിൻ്റെ മാതിരി പരത്തിയെടുക്കണ്ട, എന്നാൽ പിന്നെ ഒരു കുബൂസിൻ്റെ മാതിരിയോ ആക്കിയെടുക്കണ്ട. അതിൻ്റെ ഇടയിൽ വരുന്ന ഒരു തടിയിൽ വേണം ഇത് എടുക്കാനായിട്ട്. അപ്പോൾ ഞാനൊരു ഗ്ലാസ് വെച്ചിട്ടൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ ഫില്ലിങ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് ഇതേപോലെ ഒന്ന് സൈഡോട്ട് ഒരു മൂൺ ഷേപ്പിലൊന്ന് നന്നായിട്ടൊന്ന് കൈയോടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു സമയം തന്നെ നല്ലോണം പ്രസ്സായിട്ട് വരും കേട്ടോ. ഈ ഒരു
നല്ല സോഫ്റ്റാണ് നമ്മുടെ ഇത്. അപ്പോൾ ഇതാ ബാക്കിയുള്ള ഇത് കൂടി ഇതേപോലെ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഇതാ മൊത്തത്തിൽ ഇങ്ങനെ ഒരു ഷേപ്പാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ മുട്ട വേണം. അപ്പോൾ ഇത് ഒന്ന് ഡിപ്പ് ചെയ്യാനായിട്ട് ഞാനിവിടെ ഒരു മുട്ടയും കുറച്ച് പാലും കൂടി മിക്സ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് ബ്രെഡ് ക്രബ്സ് ആണ്. ആ ഒരു ബ്രെഡ് ക്രബ്സും കൂടി ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മുട്ടയിലേക്ക് ഡിപ്പ് ചെയ്തിട്ട് ഈ ബ്രെഡ് ക്രബ്സിലേക്ക് ഒന്ന് കോട്ട് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇതാ ഞാനിത് എല്ലാം ഇതേപോലെ ചെയ്തെടുക്കലാണ്. അപ്പോൾ നല്ല ടേസ്റ്റാണ് അതിൻ്റെ മസാല ഒക്കെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതാ ഞാൻ കുറച്ച് മാത്രമേ ഇപ്പോൾ ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്നുള്ളൂ. ബാക്കിയെല്ലാം ഇതേപോലെ ഒരു കണ്ടെയ്നറിൽ വെച്ചിട്ട് നമുക്കൊന്ന് ഫ്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ആവശ്യത്തിന് എടുത്താൽ മതിയല്ലോ. അപ്പം ഇതാ ഞാൻ മൊത്തത്തിൽ ഇങ്ങനെ കുറച്ച് എടുത്തിട്ട് ഇതേപോലെ ഇങ്ങനെ ബോക്സിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ കാണാൻ നല്ല ഭംഗിയാണ് ഇത്. അതേപോലെ ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ട് കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനി നമുക്ക് ഓയിലൊന്ന് ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ഓയിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കാം കേട്ടോ. പെട്ടെന്ന് തന്നെ നമുക്ക് ആയിട്ട് കിട്ടും. കാരണം ഒരുപാട് ടൈമിംഗ് ഒന്നും കൊടുക്കുന്നില്ല. പെട്ടെന്ന് തന്നെ ഇത് കളർ മാറുമ്പം തന്നെ നമുക്ക് എടുക്കാം കേട്ടോ. അപ്പം ഇത് ഞാൻ വീഡിയോ നമ്മൾ പൊരിച്ചെടുത്തതിന് ശേഷം വീഡിയോ എടുക്കാൻ വിട്ടുപോയി. ഫോട്ടോസ് ഞാൻ തമ്പനയിലിന് വേണ്ടിയിട്ട് എടുത്തതാണ്. അപ്പം അതുകൊണ്ടാണ് ഫോട്ടോയിൽ ആഡ് ചെയ്തത്. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്.